ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഹണി ഡ്യൂപ്പിൽ റോസ് അവൈലബിൾ ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കിത് സ്റ്റോക്ക് ഔട്ടാണ്. നെക്സ്റ്റ് പർച്ചേസിൽ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്യുകയുണ്ടായി. സാധാരണഗതിയിൽ വൈകുന്നേരമാണ് മഴ പെയ്യാറുള്ളത്. ഇന്ന് എന്താണെന്നറിയില്ല, രാത്രിയിലും രാവിലെയുമായി കുറച്ച് മഴ പെയ്യുകയുണ്ടായി. മഴ വളരെ നല്ലതാണല്ലോ. പിന്നെ അതുപോലെ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയ വഴിക്ക് ഒരു റോസ കിട്ടുകയുണ്ടായി, ഒരു പൂവ്. അപ്പോൾ അവിടെ പൂവിൻ്റേതായിട്ടുള്ള യാതൊരു ചടങ്ങുകളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഒരു പൂവുണ്ടായി. അത് എനിക്ക് വേണ്ടി അവിടെ കിടുന്നതായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെ തോന്നി. ഞാനത് നോക്കി, അത് ഏത് വെറൈറ്റി ആണെന്ന്. അത് ഏതോ ചന്ദന റോസ് എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് ചന്ദന റോസിനേക്കാളും വലിപ്പം കാണുന്നുണ്ട്. ഏതോ ഒരു ഡച്ച് വെറൈറ്റി പോലെയുണ്ട് കണ്ടിട്ട്. ചന്ദന റോസ് തന്നെ ആകാനാണ് ചാൻസ്. കാരണം അതിൻ്റെ പല സൈഡിൽ നിന്നുള്ള വീഡിയോയിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റോസിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇന്നലെ ഇടുകയുണ്ടായി. അത് കുറച്ച് പേരെല്ലാം കണ്ടിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്ക് പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോ ഉടനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ശരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എത്രയോ മുന്നേ പുതിയ സ്റ്റോക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. അതായത് ഒരു ആഴ്ച പാക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെടികൾ ഇവിടെ ഇരിക്കുന്നു. അവിടേക്ക് പുതിയ ചെടികൾ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ പർച്ചേസ് വൈകി പോയതാണ്. ഇനി കുറച്ച് നൊസ്റ്റാൾജിയ ആവാം അല്ലേ? ഓരോരോ ഐറ്റംസും നമുക്ക് കിട്ടും. നമ്മുടെ അടീനിയങ്ങളുടെ ചട്ടികളെല്ലാം വൃത്തിയാക്കുന്ന ടൈമിൽ കിട്ടിയ ഒരു സംഭവമാണിത്. ഇത് കണ്ടപ്പോൾ കുറേയധികം ഓർമ്മകൾ മനസ്സിലുണ്ടായി. നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ നിറയും. എന്തൊക്കെയാണ് നിങ്ങൾക്കിത് തോന്നുന്നത്? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ നാട്ടിലെല്ലാം ഇതിനെ പറയുന്നത്? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെടികളും പൂക്കളും ഇതുപോലെ നൊസ്റ്റാൾജിയയും ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ.